ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ നല്ല റേറ്റിംഗിൽ പോകുന്ന സീരിയലാണ്. പിന്നെ അതുപോലെ ഡാൻസ് ഷോസ് നമുക്ക് ചെയ്യുന്നു. സിനിമ ഏതെങ്കിലും സിനിമ ഇപ്പം എന്തായാലും അങ്ങനെ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എന്തായാലും സീരിയലിൽ തന്നെ നിൽക്കാനാണ്. കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ സിനിമയിലേക്ക് വരുന്നത്? അതെ അതെ, ഭാഗ്യം ഉണ്ടെങ്കിൽ വരട്ടെ. തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അങ്ങനെയാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അങ്ങനെ വിശ്വസിക്കണം. ഇപ്പൊ ഈ ഉദ്ഘാടനത്തിന് വന്നേരം ഈ അമ്മമാരുടെ സ്നേഹമൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നല്ലാതെ അവര് വന്നിട്ട് ആ ഒരു കഥാപാത്രത്തിന്റെ നയനെന്നാണ് എന്നെ വിളിക്കുന്നത് തന്നെ. എൻ്റെ പേരൊന്നും ആർക്കും അങ്ങനെ അറിയില്ല. എല്ലാവരും എൻ്റെ അടുത്ത് നയനമോളെ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര ഒരു ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട് ആ ഒരു ക്യാരക്ടറിന്. അപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറിൽ അത് ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അവരെൻ്റെ അടുത്ത് വന്നിട്ട് കരൾ കൊടുത്ത കാര്യമൊക്കെ ചോദിക്കുന്നത്. അപ്പം ഞാൻ തന്നെ ആ കാര്യങ്ങളൊക്കെ മറന്നുവെങ്കിലും ആ അമ്മമാർ വന്ന് കഷായം കുടിച്ച കാര്യം, കരൾ കൊടുത്ത കാര്യം, അതൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ വലിയ ആൾക്കാർക്ക് നമ്മൾ സീരീസും അതും ഇതൊക്കെ കാണും. പക്ഷേ ഈ അമ്മമാർക്കൊക്കെ എപ്പോഴും സീരിയൽസ് ഒരു അഡിക്ഷൻ തന്നെയാണ്. അവരുടെ ആ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് സീരിയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ, ചില ഫോട്ടോ കീർത്തന തന്നെ പോസ്റ്റ് ചെയ്ത് അതിൽ താഴെയായിട്ട് കമൻസ് വരുന്നുണ്ട്, ഇങ്ങനെ ബിഗ് ബോസിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരാളാണ്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഞാൻ ഈ ഒരു പെൻഷൻ ഇട്ടപ്പോൾ മുതൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിൽ വരുന്നുണ്ടോ എന്ന്. ഞാൻ എന്തായാലും ബിഗ് ബോസിൽ വരത്തില്ല. അതിനുള്ളൊരു മണിക്കൊക്കെ ഒന്നിട്ടില്ല. അങ്ങനെ കോൺടാക്ട് ചെയ്തിരുന്നോ? എനിക്ക് നല്ലൊരു ഡാൻസറായിട്ട് അറിയപ്പെടണം. അതാണ് എൻ്റെ ലക്ഷ്യം അന്നും ഇന്നും എന്നും. കോൺടാക്ട് ചെയ്തിരുന്നോ ഏഷ്യാനെറ്റിൽ നിന്ന്? മുന്നേ എനിക്ക് എൻ്റെ ഡാൻസൊക്കെ വൈറലായ സമയത്ത് എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫേക്ക് ആണോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ അന്നേ പറഞ്ഞ ചേട്ടാ എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞത്. എനിക്ക് കുറച്ച് അത്ര പെട്ടെന്ന് കരയും അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടർ. ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് പിന്നെ അതിലേക്ക് ട്രൈ ചെയ്യാത്തതാണ് നല്ലത്. പിന്നെ എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഹൈറ്റിന്റെ കാര്യം ഇങ്ങനെ ഫാൻസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ? എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ എനിക്ക് മിക്ക എൻ്റെ ഇതൊന്നും വലിയ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ്. പക്ഷെ എൻ്റെ ഹൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് ഹൈറ്റ് ഉള്ള അവരുടെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. എനിക്ക് എൻ്റെ തന്നെ ഇഷ്ടമുള്ള ഒരു ഫിസിക്കൽ ഫീച്ചർ ഹൈറ്റ് തന്നെയാണ്. എനിക്ക് ഹൈറ്റ് ഉള്ളവരെയും ഭയങ്കര ഇഷ്ടമാണ്. ഒരു 4 ആൾക്കാർ നടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ല ഹൈറ്റ് കൂടിയാണ്. ഇപ്പൊ സിനിമയിൽ ഈ സീരിയലിലാണ് അഭിനയിക്കാൻ ഇഷ്ടമെങ്കിലും കുറച്ചുകൂടി കഴിയുമ്പോൾ സിനിമയിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിന് അതാണ് തീരുമാനം. കാരണം ഞാൻ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ കാർഡിയോ ടെക്നോളജിസ്റ്റ് ആയിരുന്നു. പിന്നെ ദൈവം ആയിട്ട് അനുഗ്രഹിച്ച് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചതാണ്. അപ്പം ഇനിയും ആ ഒരു ശക്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് നാളെ കഴിഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പം നാളെ അതിൻ്റെ പ്രാക്ടീസാണ്. ഡാൻസറാണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇനാഗുറേഷനൊക്കെ വരുമ്പോൾ കൂടുതൽ പോകാറുണ്ടല്ലോ എല്ലാത്തിനും? വിളിക്കുമ്പോൾ പോകാറുണ്ട്. പിന്നെ നമ്മുടെ ഡേറ്റ്സ് ഒക്കെ നോക്കിയിട്ടാണ് പോകാൻ പറ്റില്ല. എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് സീരിയലിൻ്റെ ആൾക്കാർക്ക് കൊടുക്കുള്ളൂ. അവരുടെ ഡേറ്റ്സ് ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഇനോഗ്രേഷനൊക്കെ പോകുന്നത്. മല്ലുവിഷൻ. ഓക്കെ അപ്പോൾ കാണാം.